കൊച്ചിയിൽ ലഹരി മരുന്നുമായി ഇന്നലെ രാത്രി പിടിയിലായത് 30 പേരാണ്. വിവിധയിടങ്ങളിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് നടപടിയുണ്ടായത്. 25 ഗ്രാം MDMA പിടികൂടി. ക്യുസാറ്റ് പരിസരത്തെ സ്വകാര്യ ഹോസ്റ്റലുകളിലും മിന്നൽ പരിശോധന നടത്തി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത് എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്? അനുജ, ഇന്നലെ പോലീസിന്റെ സ്പെഷ്യൽ കോമ്പിംഗ് ആയിരുന്നു. സാധാരണ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ നടക്കുന്ന കോമ്പിംഗ് ആണ്. പക്ഷേ ഈ ലഹരി വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിനൊരു പ്രത്യേക സാധ്യത കൂടിയുണ്ട്. ഇന്നലെ MDMA പിടികൂടിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് 25 ഗ്രാമോളം MDMA ആണ് ഈ പരിശോധനയിൽ പിടികൂടിയത്. തോപ്പുംപടിയിൽ നിന്ന് ഒരു അരുൺകുമാറും അതോടൊപ്പം തന്നെ SRM റോട്ടിൽ നിന്ന് മറ്റൊരാളുമാണ് MDMA പിടികൂടിയത്. ഈ മറ്റിടങ്ങളിൽ ചെറിയ തോതിൽ 2 ഗ്രാം കഞ്ചാവുമായി കുസാറ്റ് ഹോസ്റ്റൽ പരിസരത്ത്, കുസാറ്റിന്റെ പുറത്തുള്ള ഹോസ്റ്റൽ പരിസരത്ത് നിന്ന് ഒരു വിദ്യാർത്ഥിയെ പിടികൂടിയിട്ടുണ്ട്. അങ്ങനെ 30-ലധികം പേരാണ് ഇന്നലെ ഈ സ്പെഷ്യൽ കോമ്പിങ്ങുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിൽ ചില ആളുകൾക്കൊക്കെ സ്റ്റേഷൻ ജാമ്യം കിട്ടിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും സമാനമായ പരിശോധനകൾ തുടരാനാണ് തീരുമാനം. പ്രത്യേകിച്ച് ഈ ഹോസ്റ്റലുകളും PGകളും കേന്ദ്രീകരിച്ച് ഒരു വിശദമായ ഡ്രൈവിന് തന്നെ പോലീസ് തയ്യാറെടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ പോളിടെക്നിക്കിലെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് അത്തരത്തിലൊരു നടപടി. പ്രധാനമായും കൊച്ചിയിലേക്ക് എത്തുന്ന ഈ കഞ്ചാവുകളൊക്കെ ഇത്തരത്തിൽ ഹോസ്റ്റലുകളിലും PGകളിലും ഒക്കെ സൂക്ഷിക്കുന്നുണ്ട് എന്നൊരു വിവരം പോലീസിനുണ്ട്. അത് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ഉറപ്പിച്ച ശേഷമായിരിക്കും അത്തരത്തിൽ പരിശോധനയിലേക്കൊക്കെ പോലീസ് കടക്കുക. ശരി, പോലീസിന്റെ ലഹരിവേട്ട തുടരുകയാണ്. കൊച്ചിയിൽ ഇന്നലെ രാത്രി മാത്രം പിടിയിലായത് 30 പേരാണ്. വിവിധ ഇടങ്ങളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 25 ഗ്രാം MDMA പിടികൂടി. തോപ്പുംപടി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലായിരുന്നു പരിശോധന.